ഫ്ലവർ നമുക്ക് ടിഷ്യൂ പേപ്പറുകൾ വെച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് ടിഷ്യൂ പേപ്പർ കളർ ചെയ്തെടുക്കുകയാണ്. റെഡ് കളറും വൈറ്റ് കളറും കുറച്ച് വെള്ളം കൂടെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ എടുത്തിട്ടുള്ള ടിഷ്യൂ പേപ്പർ നമുക്ക് അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. പെയിന്റ് ആവാത്ത ഭാഗങ്ങളിലെല്ലാം നമ്മൾ ഒന്നും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പെയിന്റ് ചെയ്തെടുത്തതെല്ലാം നമുക്ക് ഇതുപോലെ ഉണങ്ങി കിട്ടി. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ടിഷ്യൂ പേപ്പറിൽ നിന്ന് നമുക്ക് കുറച്ച് റൗണ്ട് ഷേപ്പുകൾ വരച്ച് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ അതെല്ലാം വരച്ചെടുത്തു. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതെല്ലാം നമുക്കിതിലേക്ക് ഒട്ടിച്ചെടുക്കണം. നമുക്കിതിന് ചുറ്റുമായിട്ട് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു രീതിയിൽ വേണം ഒട്ടിച്ചെടുക്കാൻ. ഇപ്പൊ നമ്മൾ അതെല്ലാം ഇതുപോലെ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മളത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്ക് അത് ഓരോന്നും റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മളിത് ചെയ്തെടുക്കുന്ന ഡീറ്റെയിൽഡ് വീഡിയോ ലിങ്ക് സ്ക്രീനിന് താഴെ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിന്റെയും നടുക്കായിട്ട് ചെറിയ റൗണ്ട് പീസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പെൻസിലിന്റെ ബാക്ക് വശം വെച്ച് ഇതുപോലെയാണ് ഫ്ലവർ ആക്കി എടുക്കേണ്ടത്. അതിനുശേഷം നമുക്കത് ഓരോന്നും ഇവിടെ ആയിട്ട് ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് വിടർത്തി നോക്കാം. നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പൂക്കളും നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തു. ഇനി നമ്മൾ ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് റോൾ ചെയ്തെടുക്കുകയാണ്. ഇതിന്റെ ഇവിടെ ആയിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ഫ്ലവർ ഒട്ടിച്ചെടുക്കാം. അടുത്ത ഫ്ലവർ നമ്മൾ അതിന് കുറച്ച് താഴെയായിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. സിമ്പിളായി ടിഷ്യൂ പേപ്പറുകൾ വെച്ച് ചെയ്തെടുക്കാവുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഇതിലേക്ക് ഇലകൾ കൂടെ ഒട്ടിച്ചു കൊടുക്കാം. പാഴ്വസ്തുക്കളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ.